ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്ത് അതിന്റെ ഡോക്യുമെന്റ് അപ്ഡേഷൻ നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മൾ മുന്നേ നമുക്ക് അപേക്ഷ കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക, അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ പെൻഡിങ് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ് ആൻഡ് സ്കാൻഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപേക്ഷാ നമ്പറോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മൊബൈലിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. കസ്റ്റമറുടെ നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കൺസെന്റ് ബോക്സ് ടിക്ക് കൊടുത്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ എവിടെയാണോ നിർത്തിയത് ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് എന്താണ് അപേക്ഷയിൽ നമ്മുടെ പ്രൂഫ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ളത്, ഈ ഒരു സെറ്റ് വഴി നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള പ്രോസസ്സിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫീ പേയ്മെന്റ് ആണ് ബാക്കിയുള്ളെങ്കിൽ ഫീ പേയ്മെന്റ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ട് സാധാരണ അപേക്ഷകളിൽ കാണുന്നത് പോലെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫീ പേയ്മെന്റ് ആണ് ഫീ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരു അപേക്ഷ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന ഫയലുകൾ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും.